കുറെ കാലം ജില്ലാ സെക്രട്ടറി, പിന്നീട് MLA ആയി, 3 തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനൊക്കെ ശേഷം 2 തവണ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായി. എന്തിന് പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി പോലും കഴിഞ്ഞു. തന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളവരെ എല്ലാം തന്നെ പാർട്ടിയിൽ നിന്ന് ഒതുക്കി. പാർട്ടിക്കകത്ത് സ്വന്തമായിട്ട് അഭിപ്രായമുള്ളവരെ പാർട്ടിയിൽ നിന്ന് ഒതുക്കി. ചിലരെ തോൽക്കുന്ന സീറ്റുകളിലേക്ക് മാറ്റി. എന്തിന്? സീറ്റ് പിടിച്ചെടുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യായീകരണം കൊണ്ടായിരുന്നു. തോൽക്കും എന്നുള്ള ഉറപ്പുള്ള സീറ്റിലേക്ക് ജനകീയരായ നേതാക്കളെയൊക്കെ മാറ്റി മത്സരിപ്പിച്ചു. എന്നാൽ ഇപ്പറയുന്ന ആളുകൾക്ക്, അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് പിണറായി വിജയനെ കുറിച്ചാണ്. പിണറായി വിജയന് സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ബോധമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് ധർമ്മടം മതി, ബാക്കിയുള്ളവരൊക്കെ സീറ്റ് പിടിച്ചെടുക്കാൻ പോകണം. എങ്ങനെയുണ്ട് ഐഡിയ? മനസ്സിലായില്ലേ ഇതിന്റെ തന്ത്രം എങ്ങനെ കിടക്കുന്നതെന്നുള്ളത്? അങ്ങനെ പാർട്ടിക്കുള്ളിലെ സ്വതന്ത്ര ശബ്ദങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി. ഏറ്റവും ഒടുവിൽ CPM എന്ന സ്വതന്ത്ര പ്രസ്ഥാനം ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ഗതികെട്ട രീതിയിലാക്കി. ഇങ്ങനെ അവസ്ഥയിൽ ഈ പാർട്ടിയെ എത്തിച്ച ആളെ ഒന്നും വിമർശിക്കാതെ, പാർട്ടിയെ കുടുംബവൽക്കരിക്കാൻ നോക്കിയ പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനെ വിമർശിക്കാതെ, ഇതിലൊക്കെ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിച്ച ഒരു മുൻ സഖാവാണത്രേ ഇവർക്ക് വർഗവഞ്ചകൻ. പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ ആരാണ് തോറ്റത് നിങ്ങൾ അറിയോ? പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിക്കകത്തെ ഈ അഹങ്കാരത്തിനെയും ധാർഷ്ട്യത്തെയുമാണ് ആ ജനങ്ങൾ തോൽപ്പിച്ചത്. ചോദ്യം ചെയ്യാൻ പോലും പാടില്ലാത്ത നിങ്ങളുടെ നേതൃത്വത്തെയാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിശിഷ്യ കേരളത്തിലെ എല്ലാ സ്ഥലത്തെയും ജനങ്ങൾ തോൽപ്പിച്ചത്. ജനങ്ങൾക്ക് മുകളിലാണ് പാർട്ടിയെന്നും പാർട്ടിക്ക് മുകളിലാണ് നേതാവുമെന്നുള്ള നിങ്ങളുടെ ഈ അടിമത്ത മനോഭാവം ഉണ്ടല്ലോ, അതിനെയാണ് കേരളത്തിലെ ജനങ്ങൾ തോൽപ്പിച്ചത്. നിങ്ങളുടെ നേതാക്കന്മാരുടെ അധികാരമോഹം കൊണ്ടും അഹങ്കാരം കൊണ്ട് കിട്ടിയ കേരളത്തിൽ ജനങ്ങൾ ചെകിടത്ത് തന്ന അടിയാണ് ഈ തോൽവി. വർഗവഞ്ചകൻ എന്ന് ഇത്തരം എതിർ ശബ്ദങ്ങളെ നിങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥ വർഗവഞ്ചകനെ നിങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ അധികാരത്തിന്റെ സുരക്ഷിത മതിലുകൾക്കുള്ളിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതല്ലേ വഞ്ചന? CPM പോലെ ഒരു പാർട്ടിയെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കിയതല്ലേ വഞ്ചന? വിമർശകരെ ചോദ്യം ചെയ്യുന്നവരെ ശത്രുക്കളായി കണ്ടതല്ലേ വഞ്ചന? അങ്ങനെയല്ലേ TK ഗോവിന്ദൻ നിങ്ങൾക്ക് വർഗവഞ്ചകനായത്? ഞാനും എന്റെ ഭാര്യയും തട്ടാനും മാത്രം മതി ഈ ലോകത്ത് എന്ന് ചിന്തിക്കുന്ന ഒരു നേതാവ് കാരണമല്ലേ TK ഗോവിന്ദൻ എന്ന ഒരു പ്രതിഷേധ സ്വരം എവിടെ ഉയർന്നത്? അതല്ലേ ആ പ്രതിഷേധ സ്വരത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് വർഗവഞ്ചകൻ എന്ന് വിളിക്കാൻ തോന്നുന്നത്? അല്പമെങ്കിലും നാണമുണ്ടോ? ജനങ്ങൾ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടും അഹങ്കാരത്തോടെ മുന്നോട്ട് പോയതും ഒരു വഞ്ചനയല്ലേ? അതൊന്നും നിങ്ങൾക്ക് വഞ്ചനയായി തോന്നിയിട്ടേ ഇല്ലേ? പാർട്ടി ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലവും 2 തവണ മുഖ്യമന്ത്രിയുമായിരുന്ന ആള് ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവാനാണ്. അയാൾ നിങ്ങൾക്ക് അധികാരമോഹിയല്ല അല്ലെ? ഒരു പാവപ്പെട്ട TK ഗോവിന്ദൻ മാത്രമാണ് നിങ്ങൾക്ക് അധികാരമോഹി അല്ലെ? അല്പമെങ്കിലും നാണം വേണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്.